അടുത്തത് ഇന്ത്യൻ ജോഗ്രഫി ഭാഗത്ത് നദികൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നദികളിൽ ഓൾറെഡി നമ്മൾ ഹിമാലയൻ നദികളെ പറ്റി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു പോസ് ഇട്ട് നമ്മൾ വേറെ ടോപ്പിക്ക് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത നദികളെ പറ്റി പറയാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിലെ നദികളെ രണ്ടായി തരംതിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഹിമാലയൻ നദികളെന്നും ഉപദ്വീപിയൻ നദികളെന്നും പറഞ്ഞ് ഇന്ത്യയിലെ നദികളെ രണ്ടായി തരംതിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനകത്ത് ഹിമാലയൻ നദികളെ പറ്റി നമ്മൾ പറഞ്ഞു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉപദ്വീപിയൻ നദികളെ പറ്റിയിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉപദ്വീപിയൻ നദികളെ സംബന്ധിച്ചിടത്തോളം ഉപദ്വീപിയൻ നദികൾ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെയാണ് ഉപദ്വീപിയൻ നദികൾ എന്ന് അറിയപ്പെടുന്നത്. പൊതുവെ ഉപദ്വീപിയൻ നദികൾ ഈ പറയുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെയാണ് ഉപദ്വീപിയൻ നദികൾ എന്ന് അറിയപ്പെടുന്നത്. ഉപദ്വീപിയൻ നദികൾ പ്രധാനമായിട്ടും വരുന്നത് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി നദികളാണ് ഉപദ്വീപിയൻ നദികൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന നദികൾ എന്ന് പറയുന്നത്. ഉപദ്വീപിയൻ നദികളുടെ പ്രത്യേകതകൾ പരിഗണിച്ചാൽ ഉപദ്വീപീയ നദികൾ താരതമ്യേന വിസ്തൃതി കുറവായിട്ടുള്ള വിഷ്ടിപ്രദേശങ്ങൾ സൃഷ്ടിച്ചൊഴുകുന്ന നദിയാണ് ഉപദ്വീപിയൻ നദികൾ എന്ന് പറയുന്നത്. അതായത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദിയൊക്കെ പരിഗണിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അവയെല്ലാം തന്നെ വിപുലമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല വലിപ്പമുള്ള വിസ്തൃതമായിട്ടുള്ള തടങ്ങൾ അല്ലെങ്കിൽ വിസ്തൃതമായിട്ടുള്ള വിഷ്ടിപ്രദേശങ്ങൾ സൃഷ്ടിച്ചൊഴുകുന്ന നദികളാണ് ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഉപദ്വീപിയൻ നദികളിലേക്ക് എത്തുമ്പോൾ ഉപദ്വീപിയൻ നദികൾക്ക് താരതമ്യേന വിസ്തൃതി കുറവാണ്. അതുപോലെ തന്നെ വിസ്തൃതി കുറവായിട്ടുള്ള വൃഷ്ടിപ്രദേശങ്ങളാണ് ഉപദ്വീപിയൻ നദികൾ സൃഷ്ടിച്ചു പോരുന്നത്. ഉപദ്വീപിയൻ നദികളെല്ലാം തന്നെ വെള്ളച്ചാട്ടം സൃഷ്ടിച്ചുകൊണ്ടാണ് സമതലത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഉപദ്വീപിയൻ നദികളിൽ മിക്ക നദികൾക്കും വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ വെള്ളച്ചാട്ടം സൃഷ്ടിച്ചാണ് അത് സമതല പ്രദേശത്തേക്ക് കടക്കുന്നത്. അതുപോലെ തന്നെ ഉപദ്വീപിയൻ നദിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്ന നദികളാണ് ഉപദ്വീപിയൻ നദികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അഗാധമായ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നത് കൊണ്ട് അഗാധമായിട്ടുള്ള താഴ്വരകൾ സൃഷ്ടിക്കാതെ ഒഴുകുന്ന നദികളാണ് ഉപദ്വീപിയൻ നദികൾ എന്ന് പറയുന്നത്. ഇനി ഉപദ്വീപിയൻ നദികളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതായത് ഉപദ്വീപിയൻ നദികൾ വറ്റിപ്പോകുന്ന നദികളാണ്. ഹിമാലയൻ നദികൾ നോക്കുമ്പോൾ ഹിമാലയൻ നദികൾ വറ്റാത്ത നദികൾ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഹിമാലയൻ നദികളെ സംബന്ധിച്ചിടത്തോളം വേനൽക്കാലത്ത് മഞ്ഞുരുകി ജലം എത്തുന്നുണ്ട്, മഴക്കാലത്ത് മഴ മൂലം ജലം എത്തുന്നുണ്ട്. അപ്പം രണ്ടായാലും രണ്ട് കാലഘട്ടമാണെങ്കിലും ജലം അവിടെ ലഭ്യത കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിമാലയൻ നദികൾക്ക് പൊതുവെ വറ്റാത്ത നദികളാണ് അല്ലെങ്കിൽ വറ്റിപ്പോകാത്ത നദികളാണ് ഹിമാലയൻ നദികൾ. എന്നാൽ ഉപദ്വീപിയൻ നദികളിലേക്ക് വരുമ്പോൾ ഉപദ്വീപിയൻ നദികൾ എന്താണ്? വറ്റുന്ന നദികളാണ് ഉപദ്വീപിയൻ നദികൾ എന്ന് പറയുന്നത്. അതായത് ഒരു സീസണൽ ആയിട്ട് മാത്രം കാണപ്പെടുന്ന, നീരൊഴുക്ക് കൂടുതലായി കാണപ്പെടുന്ന നദികളാണ് ഉപദ്വീപിയൻ നദികൾ എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് തന്നെ ജലസേചനത്തിന് അധികം യൂസ് ചെയ്യാൻ പറ്റാത്തൊരു നദികളാണ് ഉപദ്വീപിയൻ നദികൾ. ഹിമാലയൻ നദികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജലസേചനത്തിന് വേണ്ടിയിട്ട് നമുക്ക് അധികം യൂസ് ചെയ്യാനായിട്ട് പറ്റാത്ത നദികളാണ് ഉപദ്വീപിയൻ നദികൾ. കാരണം മഴക്കാലത്ത് പറ്റിപ്പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ജലസേചനത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത നദികളാണ് ഉപദ്വീപിയൻ നദികൾ എന്ന് പറയുന്നത്. ഇനി ഉപദ്വീപിയൻ നദികളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഉപദ്വീപിയൻ നദികൾ പ്രായം കൂടിയ നദികളാണ്. അതായത് ഹിമാലയൻ നദികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉപദ്വീപിയൻ നദികൾ പ്രായം കൂടിയ നദികളാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രായം കൂടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാലയ പർവ്വതവും അതിനോടൊപ്പമുള്ള പർവ്വത മേഖലകളും വളരെ പ്രായം കുറഞ്ഞ ഭൂപ്രകൃതി വിഭാഗത്തിൽ പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതേസമയം തന്നെ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശമാണ് ഏറ്റവും പ്രായം കൂടിയ ഭൂപ്രകൃതി വിഭാഗമെന്നും നമ്മൾ ഭൂപ്രകൃതി പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായം കൂടിയ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദികൾക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പ്രായ കൂടുതൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഹിമാലയൻ നദികളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രായം കൂടിയ നദികളാണ് ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തുള്ള നദികളിൽ ഉൾപ്പെടുന്നത്. ഈ പറയുന്ന നദികളെല്ലാം തന്നെ, അതായത് കൃഷ്ണ, ഗോദാവരി, നർമ്മദ, താപ്തി, മഹാനദി പോലുള്ള നദികൾക്ക് ഹിമാലയൻ നദികളായിട്ടുള്ള സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളെക്കാളും പ്രായമുള്ള നദികളാണെന്ന് പറയാൻ പറ്റും. ഇനി ഉപദ്വീപിയൻ നദികളിലേക്ക് വരാം. അപ്പോൾ ഉപദ്വീപിയൻ നദികളിൽ രണ്ട് ടൈപ്പാണ്. അതായത് ഉപദ്വീപിയൻ നദികളിൽ കുറച്ച് നദികൾ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയും മറ്റു കുറച്ച് നദികൾ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുകയും ചെയ്യുന്ന നദികളാണ്. അപ്പോൾ നമുക്ക് ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളാണ് കൂടുതലും. അപ്പോൾ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളാണ് ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി നദികൾ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളാണ്. ഇനി ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദികളുണ്ട്. അപ്പോൾ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ് നർമ്മദയും താപ്തിയും. അപ്പോൾ നർമ്മദ, താപ്തി നദികൾ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികളിൽ. ഇനി നമുക്ക് ഓരോ നദികളായിട്ട് നോക്കാം.
അപ്പോൾ ആദ്യം കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളെ പറ്റിയിട്ടാണ് ആദ്യം നോക്കുന്നത്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ. അപ്പോൾ അതിനകത്ത് ഒന്നാണ് ഗോദാവരി എന്ന് പറയുന്നത്. അപ്പോൾ ഗോദാവരി എന്ന് പറയുന്നത് ഏറ്റവും നീളം കൂടിയ ഉപദ്വീപിയൻ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാലും ഗോദാവരി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗയാണ് പറയാൻ പറ്റുന്നത്. അതേസമയം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിന്ധു നദിയാണ്. ഗോദാവരി നദി എന്ന് വെച്ചാൽ ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദിയായിട്ടുള്ള ഗോദാവരി ഗംഗാനദി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇന്ത്യയിലെ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. അപ്പോൾ ഗോദാവരിക്ക് ഏറ്റവും വലിയ നദീവട്ടമുണ്ട്. എങ്ങനെയാണ്? ഗംഗ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ നദിയാണ്, ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. അതുപോലെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. കാരണം ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഗംഗയാണ്. പക്ഷേ ഗംഗ പൂർണ്ണമായും ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന നദിയല്ല, ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി ഒഴുകുന്ന നദിയാണ്. എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോദാവരിയാണ്. അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരിയാണ്. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരിയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. 1465 കിലോമീറ്റർ നീളത്തിലാണ് ഗോദാവരി ഒഴുകുന്നത്. ഗോദാവരിയെ വൃദ്ധഗംഗ എന്ന് വിളിക്കാറുണ്ട്. വൃദ്ധഗംഗ എന്ന പ്രയോഗമുണ്ട്. എന്തുകൊണ്ടാണ് വൃദ്ധഗംഗ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗയെ പോലെ തന്നെ ഏറ്റവും വലുതാണ്. തെക്കേ ഇന്ത്യയിൽ വരുമ്പോൾ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഗോദാവരിയാണ്. ഉപദ്വീപിയൻ നദികളിലും ഏറ്റവും വലുതെന്ന് പറയുന്നത് ഗോദാവരിയാണ്. ഗംഗയെ പോലെ തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന ഹിമാലയൻ നദികളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് പ്രായക്കുറവാണ്. കാരണം ഹിമാലയ പർവ്വതം ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വതം ഉൾപ്പെടുന്ന പർവ്വത പ്രദേശത്തിന്റെ പ്രായം എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷെ ഉപദ്വീപീയ പീഠഭൂമിയിലേക്ക് വരുമ്പോൾ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തിന് പ്രായം വളരെ കൂടുതലുള്ള ഒരു ഭൂപ്രകൃതി വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഉത്ഭവിക്കുന്ന ഈ പറയുന്ന ഗോദാവരി നദിക്കും പ്രായ കൂടുതലുണ്ട്. അപ്പം ഗംഗയേക്കാൾ പ്രായ കൂടുതലുള്ളത് കൊണ്ട് വൃദ്ധഗംഗ എന്നാണ് വിളിക്കാറ്. ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് എന്ന് പറയുന്ന ജില്ലയില് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നുമാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. ഉത്ഭവിച്ച ശേഷം ഇത് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. നാസിക്, രാജമണ്ഡ്രി പോലുള്ള പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയുടെ തീരത്താണ്. ഗോദാവരി നദിയെ പെൻഗംഗ, അതുപോലെ ഇന്ദ്രാവതി, ശബരി എന്നൊക്കെ ഉള്ള പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അത് അറിയപ്പെടാൻ കാരണം എന്ന് പറയുന്നത് പെൻഗംഗ, ഇന്ദ്രാവതി, ശബരി, പ്രാൺഹിത, മഞ്ജര, വൈൻഗംഗ എന്നിവയെല്ലാം തന്നെ ഗോദാവരിയുടെ പോഷക നദികളാണ്. അപ്പൊ ആ പേരുകളിലൊക്കെ തന്നെ ഈ ഗോദാവരി അറിയപ്പെടാറുണ്ട്. ഏതൊക്കെയാണ്? പെൻഗംഗ, ഇന്ദ്രാവതി, ശബരി, പ്രാൺഹിത, മഞ്ജര, അതുപോലെ വെൻഗംഗ പോലുള്ളത് ഗോദാവരിയുടെ പോഷക നദികളാണ്. ഇനി ചിത്രക്കൂട്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. അത് ഗോദാവരിയുടെ പോഷക നദിയായിട്ടുള്ള ഇന്ദ്രാവതിയിൽ കാണപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ചിത്രക്കൂട്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ചിത്രക്കൂട്ട് വെള്ളച്ചാട്ടം ഫേമസ് ആയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ചിത്രക്കൂട്ട് വെള്ളച്ചാട്ടം. ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന ചിത്രക്കൂട്ട് വെള്ളച്ചാട്ടം ഗോദാവരിയുടെ പോഷക നദിയായിട്ടുള്ള ഇന്ദ്രാവതിയിൽ കാണപ്പെടുന്ന വെള്ളച്ചാട്ടമാണ്. അപ്പൊ ഇതാണ് ഗോദാവരി നദിയെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തത് മഹാനദിയാണ്. അപ്പൊ കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളിൽ ഒന്നാണ് മഹാനദി എന്ന് പറയുന്നത്. അപ്പൊ മഹാനദി ഛത്തീസ്ഗഡിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയില് സിഹാവ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. എന്നിട്ട് ഇത് ഒഡീഷയിലൂടെ കടന്നുപോയി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. 857 കിലോമീറ്റർ ആണ് മഹാനദി ഒഴുകുന്നത്. ഒഡീഷയുടെ ദുഃഖം എന്നാണ് മഹാനദി അറിയപ്പെടുന്നത്. സബൽപൂർ, കട്ടക് പോലുള്ള നഗരങ്ങൾ മഹാനദിയുടെ തീരത്താണ്. സബൽപൂർ, കട്ടക് പോലുള്ള നഗരങ്ങൾ മഹാനദിയുടെ തീരത്താണെന്ന് പറയാൻ പറ്റും. ഇബ്ബ്, ടെല്ല് ഇതാണ് മഹാനദിയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. ഇനി മഹാനദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹിരാക്കുട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. അപ്പൊ ഹിരാക്കുട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. അതായത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുട്ട് അണക്കെട്ട് എന്ന് പറയുന്നത്. 4.8 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഹിരാക്കുട്ട് അണക്കെട്ട് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഹിരാക്കുട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. ഒഡീഷയില് സബൽപൂർ എന്ന് പറയുന്ന ജില്ലയിലാണ് ഹിരാക്കുട്ട് അണക്കെട്ട് കാണപ്പെടുന്നത്. ആ സബൽപൂർ ജില്ലയിൽ മഹാനദിക്ക് കുറുകെയാണ് ഹിരാക്കുട്ട് അണക്കെട്ട് കാണപ്പെടുന്നത്. 1957 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ഹിരാക്കുട്ട് അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത്. ഈ ഹിരാക്കുട്ട് അണക്കെട്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അണക്കെട്ടിന്റെ സമീപത്തെ ജില്ലകളിലെ ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്ത് കൃഷി ആവശ്യങ്ങൾക്കായി ജലം എത്തിക്കുന്നത് ഈ പറയുന്ന ഹിരാക്കുട്ട് അണക്കെട്ടിൽ നിന്നാണ്. വിസ്തൃതമായ കൃഷിയിടവും ജലസംഭരണികളും ഒക്കെ ചേരുന്ന ഇവിടം ദേശാടന പക്ഷികളുടെ ഒരു സങ്കേതം കൂടിയാണ്.
മഹാനദിയിൽ ഡാമിന്റെ റിസർവോയറിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ് കാറ്റിൽ ഐലൻഡ് എന്ന് പറയുന്നത്. ഈ ഹിരാക്കുഡ് ഡാമിൽ തന്നെ മഹാനദിയുടെ ഭാഗമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ റിസർവോയർ ഉണ്ട്. ആ റിസർവോയറിന് പറയുന്ന പേരാണ്, അതായത് റിസർവോയർ ഉൾപ്പെടുന്ന ഒരു ചെറിയ ദ്വീപുണ്ട്, ആ ദ്വീപിന് പറയുന്ന പേരാണ് കാറ്റിൽ ഐലൻഡ് എന്ന് പറയുന്നത്. കാറ്റിൽ ഐലൻഡ് ഓർ കാറ്റിൽ ഐസ്ലൻഡ് എന്നൊക്കെ പറയുന്നത്. ഇതാണ് മഹാനദി. ഇപ്പൊ മഹാനദി പറയുമ്പോൾ ഏറ്റവും ഓർത്ത് വെക്കേണ്ടത് ഹിരാക്കുഡ് അണക്കെട്ടിനെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഇനി അടുത്തത് കൃഷ്ണ നദിയെ പറ്റിയിട്ടാണ് പറയുന്നത്. കൃഷ്ണ നദി ഉപദ്വീപീയ ഇന്ത്യയിലെ നീളത്തിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്തുള്ള നദിയാണ് കൃഷ്ണ നദി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഗോദാവരിയാണെന്ന് പറഞ്ഞു. 2ാം സ്ഥാനം കൃഷ്ണ നദിക്കാണ് ഉള്ളത്. 1400 കിലോമീറ്റർ ആണ് കൃഷ്ണ നദി ഒഴുകുന്നത്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിലുള്ള പശ്ചിമഘട്ട മലനിരകളിൽ നിന്നുമാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന ദക്ഷിണേന്ത്യൻ നദി എന്നുള്ളൊരു പ്രത്യേകത കൃഷ്ണ നദിക്കുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, അതുപോലെ ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലൂടെയാണ് കൃഷ്ണ നദി ഒഴുകുന്നത്. അതുപോലെ വിജയവാഡ, അൽമാട്ടി ഡാം, നാഗാർജുന സാഗർ ഡാം ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. ഏതൊക്കെയാണ്? അൽമാട്ടി ഡാം, നാഗാർജുന ഡാം പോലുള്ളത് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. അതുപോലെ തന്നെ പ്രദേശം വിജയവാഡ എന്ന് പറയുന്ന പ്രദേശം അത് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയുടെ തീരത്താണ്. ഭീമ, തുംഗഭദ്ര, കൊയ്ന, മാലപ്രഭ, മുസ്സി, പഞ്ചഗംഗ, ഭൂതഗംഗ എന്നിവയൊക്കെ ഈ പറയുന്ന കൃഷ്ണ നദിയുടെ പോഷക നദികളാണെന്ന് പറയാൻ പറ്റും. ഭീമ, തുംഗഭദ്ര, കൊയ്ന, മാലപ്രഭ, മുസ്സി, പഞ്ചഗംഗ, ഭൂതഗംഗ ഇതൊക്കെ കൃഷ്ണ നദിയുടെ പോഷക നദികളാണ്. മുസ്സി തീരത്ത് സ്ഥിതി ചെയ്യുന്ന, അതായത് മുസ്സി എന്ന് പറയുന്നത് ഈ പറയുന്ന കൃഷ്ണയുടെ ഒരു പോഷക നദിയാണ്. ഈ മുസ്സി എന്ന് പറയുന്ന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് ഹൈദരാബാദ് പട്ടണം എന്ന് പറയുന്നത്. അപ്പൊ ഹൈദരാബാദ് നഗരം സ്ഥിതി ചെയ്യുന്നത് മുസ്സി നദിയുടെ തീരത്താണ്. മുസ്സി നദി കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. അർദ്ധഗംഗ, പാതാളഗംഗ, തെലുങ്ക് ഗംഗ എന്നീ പേരുകളിലൊക്കെ കൃഷ്ണയെ അറിയപ്പെടാറുണ്ട്. അർദ്ധഗംഗ, പാതാളഗംഗ, തെലുങ്ക് ഗംഗ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണ നദി എന്ന് പറയുന്നത്. ഇനി അടുത്തത് കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന അടുത്ത ഉപദ്വീപിയൻ നദിയാണ് കാവേരി നദി എന്ന് പറയുന്നത്. കാവേരി നദി കർണാടകയിലെ കുടകിലുള്ള ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുമാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. 800 കിലോമീറ്റർ ആണ് കാവേരി നദി ഒഴുകുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക പ്രദേശങ്ങളിലൂടെയാണ് കാവേരി ഒഴുകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും പഴക്കം ചെന്നതുമായിട്ടുള്ള അണക്കെട്ടാണ് ഗ്രാൻഡ് അണക്കെട്ട് എന്ന് പറയുന്നത്. ഈ ഗ്രാൻഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും ആദ്യത്തേതുമായിട്ടുള്ള അണക്കെട്ടായിട്ടുള്ള ഗ്രാൻഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കാവേരി അണക്കെട്ടിലാണ്, കാവേരി ഡാമിലാണ്, കാവേരി നദിയിലാണ്. സോറി, കാവേരി ഡാം അല്ല, കാവേരി നദിയിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട് ആയിട്ടുള്ള ഗ്രാൻഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. ഈ ഗ്രാൻഡ് അണക്കെട്ടിന്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് കല്ലണ അണക്കെട്ട് അല്ലെങ്കിൽ കല്ലണൈ അണക്കെട്ട് എന്നാണ് ആദ്യത്തെ പേരെന്ന് പറയുന്നത്. കല്ലണ അണക്കെട്ട് അഥവാ കല്ലണൈ അണക്കെട്ട് എന്നാണ് കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാൻഡ് അണക്കെട്ടിന്റെ പേരെന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരില് കാവേരി നദിക്ക് കുറുകെയാണ് ഈ പറയുന്ന ഗ്രാൻഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട് തഞ്ചാവൂരിലാണ് ഗ്രാൻഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പണ്ട് കാലത്തുള്ള ചോള രാജാവായിട്ടുള്ള കരികാല ചോളനാണ് ഈ പറയുന്ന ഗ്രാൻഡ് അണക്കെട്ട് പണി കഴിപ്പിച്ചത്. ചോള രാജാവായിട്ടുള്ള കരികാല ചോളനാണ് ഗ്രാൻഡ് അണക്കെട്ട് പണി കഴിപ്പിച്ചത്. അപ്പൊ പണി കഴിപ്പിച്ചപ്പോൾ ഇതിന്റെ പേരെന്ന് പറയുന്നത് കല്ലണൈ അണക്കെട്ട് അല്ലെങ്കിൽ കല്ലണ അണക്കെട്ട് എന്നാണ് പേര്. അതിപ്പോ അങ്ങനെ പേര് വരാൻ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന അണക്കെട്ട് കൂടുതലും നിർമ്മിച്ചിരിക്കുന്നത് കല്ലുകൾ കൊണ്ടായിരുന്നു. അപ്പൊ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിനാൽ തന്നെ ഈ അണക്കെട്ടിനെ കല്ലണ അണക്കെട്ട് അഥവാ കല്ലണൈ അണക്കെട്ട് എന്നാണ് വിളിച്ചിരുന്നത്. 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ വരികയും ബ്രിട്ടീഷുകാർ ഇതിനെ കുറച്ച് നവീകരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നവീകരിക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് അവർ ഈ പറയുന്ന കല്ലണ അണക്കെട്ട് എന്ന പേര് മാറ്റി അന്ന് തൊട്ടാണ് ഗ്രാൻഡ് അണക്കെട്ട് എന്ന പേരിലേക്ക് വന്നത്. അപ്പൊ ഈ ഗ്രാൻഡ് അണക്കെട്ട് ആദ്യത്തേതും ഏറ്റവും പഴക്കം ചെന്നതുമായിട്ടുള്ള അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. അതുപോലെ തന്നെ കൃഷ്ണരാജസാഗർ ഡാം, മേട്ടൂർ ഡാം ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് കാവേരിയിലാണ്. ഹേമാവതി, അമരാവതി, കബനി, ഭവാനി, പാമ്പാർ പോലുള്ളത് കാവേരി നദിയുടെ പോഷക നദികളാണ്. ഈ കബനി, ഭവാനി, പാമ്പാർ എന്ന് പറയുന്നത് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ നദികളുടെ കൂട്ടത്തിൽ വരുന്ന നദിയാണ്. അത് കാവേരി നദിയുടെ പോഷക നദിയാണ്. കാവേരിയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത് അമരാവതിയാണ്. അപ്പൊ അമരാവതി നദിയാണ് കാവേരി നദിയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന കിഴക്കോട്ടൊഴുകുന്ന നദികൾ, അതായത് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഉപദ്വീപിയൻ നദികളൊക്കെ തന്നെ ഡെൽറ്റ സൃഷ്ടിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. എന്നാൽ അതേസമയം പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഡെൽറ്റ പ്രദേശങ്ങൾ സൃഷ്ടിക്കുന്നില്ല. ഇനി നമ്മൾ പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നർമ്മദ, താപ്തി നദികളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഈ നർമ്മദയും താപ്തിയെയും ഇരട്ട നദികൾ എന്നാണ് വിളിക്കാറ്. ഇനി ആദ്യത്തെ നദിയാണ് നർമ്മദ. നർമ്മദ ഛത്തീസ്ഗഡിലെ മൈക്കല മലയിലെ അമർഘട്ട് പീഠഭൂമി പ്രദേശത്ത് നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ നദി എന്ന് പറയുന്നത്. 1312 കിലോമീറ്റർ നീളത്തിലാണ് നർമ്മദ നദി ഒഴുകുന്നത്.
വടക്ക് വിന്ധ്യ പർവ്വതനിരയ്ക്കും തെക്ക് സത്പുര പർവ്വതനിരയ്ക്കും ഇടയിലായി ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് നർമ്മദാ നദി എന്ന് പറയുന്നത്. അപ്പോൾ ഭ്രംശ താഴ്വര സൃഷ്ടിക്കാൻ കഴിവുള്ള നദികളാണ് നർമ്മദാ നദി എന്ന് പറയുന്നത്. താപ്തിയും അതുപോലെ ഭ്രംശ താഴ്വര സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ വടക്ക് വിന്ധ്യയ്ക്കും തെക്ക് സത്പുര പർവ്വതനിരകൾക്കും ഇടയിലായി ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് നർമ്മദാ നദി. അപ്പോൾ ഭ്രംശ താഴ്വരയിലെ ഏറ്റവും വലിയ നദിയാണ് നർമ്മദാ നദി എന്ന് പറയാം. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും രണ്ട് ഭാഗങ്ങളായി വേർതിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നർമ്മദാ നദിയാണ്. അപ്പൊ ഇന്ത്യയെ തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ട് പാർട്സ് ആയിട്ട് തിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നർമ്മദാ നദിയാണ്. അതേസമയം തന്നെ ഡെക്കാൻ പീഠഭൂമിയെ മാൾവ പീഠഭൂമിയുമായിട്ട് വേർതിരിക്കുന്ന നദി കൂടിയാണ് നർമ്മദാ നദി. അപ്പൊ ഡെക്കാൻ, മാൾവ എന്നീ പീഠഭൂമികളെ വേർതിരിക്കുന്ന നദി കൂടിയാണ് നർമ്മദാ നദി എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നദി എന്ന് പറയുന്നതും നർമ്മദാ നദിയാണ്. സർദാർ സരോവർ ഡാം, അതുപോലെ ഇന്ദിരാസാഗർ ഡാം, ഓംകാരേശ്വർ ഡാം, അങ്ങനെ ഒരുപാട് ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു നദി കൂടിയാണ് നർമ്മദാ നദി. ധൂവാന്തർ വെള്ളച്ചാട്ടം എന്ന് പറയുന്ന വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നർമ്മദയിലാണ്. ധൂവാന്തർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നർമ്മദയിലാണ്. ജഗൽപൂർ, വഡോദര പോലുള്ള നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നർമ്മദയുടെ തീരത്താണ്. ജഗൽപൂർ, വഡോദര നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നർമ്മദയുടെ തീരത്താണ്. ഹിരൺ, ഷേർ, താവ, കുന്തി, ഉറി എന്നീ നദികളൊക്കെ തന്നെ നർമ്മദയുടെ പോഷക നദികളാണ്. അപ്പൊ ഇതാണ് നർമ്മദാ നദിയെ പറ്റി പറയുന്നത്. ഇനി അടുത്തത് പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന മറ്റൊരു നദിയാണ് താപ്തി എന്ന് പറയുന്നത്. താപ്തിയെ നർമ്മദയുടെ തോഴി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നർമ്മദയുടെ തോഴി എന്നറിയപ്പെടുന്ന നദിയാണ് താപ്തി എന്ന് പറയുന്നത്. മധ്യപ്രദേശിലെ ബേട്ടൂർ ജില്ലയിലെ മുൾട്ടായ് പീഠഭൂമിയിൽ നിന്നുമാണ് ഈ പറയുന്ന താപ്തി നദി ഉത്ഭവിക്കുന്നത്. മധ്യപ്രദേശിലെ ബേട്ടൂർ ജില്ലയിലെ മുൾട്ടായ് പീഠഭൂമിയിൽ നിന്നുമാണ് ഈ പറയുന്ന താപ്തി നദി ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ 724 കിലോമീറ്റർ ഒഴുകിയാണ് താപ്തി അറബിക്കടലിൽ പതിക്കുന്നത്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ നദിയാണ്. നർമ്മദയും ഭ്രംശ താഴ്വര സൃഷ്ടിച്ചാണ് ഒഴുകുന്നത്. അതുപോലെ താപ്തിയും ഭ്രംശ താഴ്വര സൃഷ്ടിച്ചാണ് ഒഴുകുന്നത്. കക്രപ്പാറ, ഉകായ് പോലുള്ള ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയിലാണ്. കക്രപ്പാറ, ഉകായ് പോലുള്ള വൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് താപ്തിയിലാണ്. വജ്രം, തുണി വ്യവസായം എന്നിവയ്ക്കൊക്കെ പേര് കേട്ട ഒരു പ്രദേശമാണ് നമുക്കറിയാം സൂററ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സൂററ്റ് നഗരം സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയുടെ തീരത്താണ്. അനർ, ഗിർന, പൂർണ, അരുണാവതി പോലുള്ളത് താപ്തി നദിയുടെ പോഷക നദികളാണ്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. ഇതൊന്നുമല്ലാതെ കുറച്ച് നദികളും കൂടി നമുക്കൊന്ന് നോക്കണം. അപ്പൊ അതില് ആ നദികളൊക്കെ നോക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പദ്ധതികളും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും നോക്കാം. ദാമോദർ നദീതട പദ്ധതി. ദാമോദർ നദീതട പദ്ധതി എന്താണെന്ന് നോക്കാം. ജാർഖണ്ഡിലെ ചോട്ടാനാഗ്പൂർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് ദാമോദർ നദി എന്ന് പറയുന്നത്. ഈ ദാമോദർ നദി ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി പോകുന്ന ഒരു നദിയാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഒരു നദിയാണ് ദാമോദർ എന്ന് പറയുന്നത്. ദാമോദറിനെ ബംഗാളിന്റെ ദുഃഖം എന്നാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം ഈ നദി എല്ലാ വർഷവും കരയിലുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതായത് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുന്ന സമയത്തും നല്ല മഴക്കാലമൊക്കെ ആവുന്ന സമയത്തും നദീതീരങ്ങളിലുള്ള പ്രദേശങ്ങൾക്ക് നല്ല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ദാമോദർ നദിയെ ബംഗാളിന്റെ ദുഃഖം എന്നാണ് വിശേഷിപ്പിക്കാറ്. അതിനാൽ തന്നെ യുഎസിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിൽ ദാമോദർ നദീതടത്തിന്റെ പൂർണ്ണ വികസനത്തിനും പ്രളയ നിയന്ത്രണത്തിനുമായിട്ട് ഒരു വമ്പിച്ച പദ്ധതി രൂപീകരിച്ചു. അപ്പൊ ആ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി എന്ന് പറയുന്നത്. ഈ ദാമോദർ നദീതട പദ്ധതി എന്ന് പറയുന്നത് ടെന്നസ് വാലി പദ്ധതിയുടെ മാതൃകയിൽ, യുഎസിലെ ടെന്നസ് വാലി പദ്ധതിയുടെ മാതൃകയിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. പ്രളയ നിയന്ത്രണത്തിന് വേണ്ടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി എന്ന് പറയാൻ പറ്റും. ഇനി അടുത്തൊരു കാര്യമാണ് വ്യക്തിത്വമുള്ള നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇന്ത്യയിൽ മനുഷ്യതുല്യ പദവി നേടുന്ന ആദ്യത്തെ നദിയാണ് ഗംഗയും യമുനയും. അപ്പൊ ഗംഗയും യമുനയും ഇന്ത്യയിൽ മനുഷ്യതുല്യ പദവി നേടുന്ന ആദ്യത്തെ നദികളാണ്. 2017 ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയാണ് ഈ പറയുന്ന ഗംഗയ്ക്കും യമുനയ്ക്കും ആ പദവി നൽകിയത്. അതായത് മനുഷ്യതുല്യമായിട്ടുള്ള പദവി അല്ലെങ്കിൽ വ്യക്തിത്വമുള്ള നദി എന്ന് പറയുന്ന പദവി 2017 ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയാണ് ഗംഗയ്ക്കും യമുനയ്ക്കും നൽകിയത്. പുണ്യ നദികളായി കണക്കാക്കപ്പെടുന്ന നദികളാണ് ഈ പറയുന്ന ഗംഗയും യമുനയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗംഗയ്ക്കും യമുനയ്ക്കും ഒക്കെ ഒരുപാട് തരത്തിലുള്ള പാരിസ്ഥിതിക മലിനീകരണം നേരിടുന്ന നദികളാണ്. അപ്പൊ ഈ പറയുന്ന ആവശ്യം കണക്കിലെടുത്താണ് അവയെ സംരക്ഷിക്കണം അല്ലെങ്കിൽ അവയ്ക്കൊരു വ്യക്തിത്വമുള്ള നദി എന്ന് പറയുന്ന ഒരു പദവി കൊടുക്കണം എന്ന ആവശ്യത്തോടു കൂടി 2017 ആ പദവി നൽകിയത് ഹൈക്കോടതിയാണ് നൽകിയത്. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയാണത് നൽകിയത്. ഇനി നമുക്ക് ഈ പറയുന്ന ഉപദ്വീപ പീഠഭൂമി പ്രദേശത്തെ നദികളല്ല, നമുക്ക് കുറച്ച് നദികളെയും കൂടി നോക്കാം. അതാണ് ലൂണി നദി എന്ന് പറയുന്നത്. ഇപ്പൊ ലൂണി നദി എന്ന് പറയുമ്പോൾ മരുഭൂമി പ്രദേശത്ത് കൂടി ഒഴുകുന്ന ഒരു നദിയാണ് ലൂണി നദി എന്ന് പറയുന്നത്. രാജസ്ഥാൻ മരുപ്രദേശങ്ങളിലൂടെ അല്ലെങ്കിൽ താർ മരുപ്രദേശത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ലൂണി നദി എന്ന് പറയുന്നത്. അപ്പൊ ലൂണി, സരസ്വതി പോലുള്ള നദികൾ ഈ പറയുന്ന താർ മരുപ്രദേശത്തുകൂടി അല്ലെങ്കിൽ മരുസ്ഥലി ബാഹർ പ്രദേശത്തുകൂടി ഒഴുകുന്ന നദികളാണ്. അതിൽ സരസ്വതി നദി ഇന്ന് അപ്രത്യക്ഷമായി എങ്കിലും ലൂണി നദി ഒഴുകുന്നുണ്ട്.
ലൂണി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേര് സാഗർമാത എന്ന പേരിലാണ് ലൂണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട നദിയാണ് ഷിയോനാഥ് നദി എന്ന് പറയുന്നത്. ഷിയോനാഥ് നദി എന്തുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടതാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ് നദി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ് നദി. മഹാനദിയുടെ ഏറ്റവും വലിയൊരു പോഷക നദിയാണ് ഷിയോനാഥ് നദി. അപ്പൊ ഈ ഷിയോനാഥ് നദി എന്ത് ചെയ്യുന്നുണ്ട്? സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. അതായത് ഒരു സ്വകാര്യ കമ്പനി ഷിയോനാഥ് നദിയെ വൽക്കരിച്ച നദിയാക്കി മാറ്റി. 1992 മധ്യപ്രദേശ് സർക്കാർ ഈ പറയുന്ന ഷിയോനാഥ് നദി സ്വകാര്യ കമ്പനിക്ക് വിറ്റു. 1998 മധ്യപ്രദേശിലെ സർക്കാർ ഈ പറയുന്ന ഷിയോനാഥ് എന്ന് പറയുന്ന നദി ഒരു സ്വകാര്യ കമ്പനിക്ക് വിറ്റതോടുകൂടിയാണ് ഇതൊരു സ്വകാര്യ നദിയായിട്ട് മാറിയത്. പിന്നീട് ജനങ്ങളുടെ പ്രതിഷേധത്തെയൊക്കെ തുടർന്ന് ഈ ഒരു വിധി പിൻവലിക്കുകയൊക്കെ ചെയ്തു, ഇത് റദ്ദാക്കുകയൊക്കെ ചെയ്തു. എങ്കിലും സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി എന്ന് പറയുന്നത് ഷിയോനാഥ് നദിയാണ്. ഇനി അടുത്തൊരു പ്രത്യേകതയുള്ള നദിയാണ് ദേവി നദി എന്ന് പറയുന്നത്. അപ്പൊ ദേവി നദി മഹാനദിയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് ദേവി നദി എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകത ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒലീവ് റിഡ്ലി കടലാമകളുടെ പ്രജനന കാലത്ത് അവയെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് നിൽക്കുന്ന ഒരു നദീമുഖമുള്ള നദിയാണ് ദേവി നദി എന്ന് പറയുന്നത്. ഏതാണ്? ഒലീവ് റിഡ്ലി കടലാമകൾ. ആ കടലാമകളുടെ പ്രജനന കാലത്ത് അവയെ സംരക്ഷിക്കുന്നു. അപ്പൊ ഒരു സംരക്ഷണ കേന്ദ്രമായിട്ട് ഉള്ള ഒരു നദീമുഖമുള്ള നദിയാണ് ദേവി നദി എന്ന് പറയുന്നത്. അത് മഹാനദിയുടെ പോഷക നദിയാണ്. ഇനി അതുപോലെ ഹൂഗ്ലി നദിയുണ്ട്. അപ്പോൾ ഹൂഗ്ലി നദി എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ ഒരു കൈവഴിയായിട്ട് പോകുന്ന ഒരു നദിയാണ് ഹൂഗ്ലി നദി. എന്തുകൊണ്ടാണ് ഹൂഗ്ലി നദി പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലിയുടെ തീരത്താണ്. അപ്പോൾ കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഹൂഗ്ലി നദിയുടെ തീരത്താണ്. ഇനി ഇത്രയും പഠിച്ചത് വെച്ച്, അപ്പോൾ ഹിമാലയൻ നദികൾ ഉൾപ്പെടെ ഇത്രയും പഠിച്ചത് വെച്ച് നദികളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. അതില് കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിയുടെ തീരത്താണ്. ഗംഗയുടെ ഒരു കൈവഴിയാണ് ഹൂഗ്ലി നദി എന്ന് പറയുന്നത്. ഒലീവ് ഗ്രിഡ്ലി കടലാമകളുടെ സംരക്ഷണ കേന്ദ്രമായ മഹാനദിയുടെ കൈവഴി ഏതാണ്? മഹാനദിയുടെ കൈവഴിയാണ് ദേവി നദി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോങ്നാഥ് നദി എന്ന് പറയുന്നത്. 1998 സ്വകാര്യവൽക്കരിക്കപ്പെട്ടതെങ്കിലും പിന്നീട് ഈ ഒരു നിയമം റദ്ദാക്കി. സംസ്കൃതത്തിൽ ലവണവാരി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അപ്പൊ സംസ്കൃതത്തിൽ ലവണവാരി എന്നറിയപ്പെടുന്നത് ലൂണി നദിയാണ്. അതായത് മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി എന്ന് പറയുന്നത്. അതേ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഇന്ത്യൻ നദി ലൂണി നദി. ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യതുല്യ പദവി നേടുന്ന നദികൾ ഏതൊക്കെയാണ്? ഗംഗയും യമുനയുമാണ്. അപ്പൊ മനുഷ്യതുല്യമായിട്ടുള്ള ഒരു പദവി നേടുന്ന നദികളാണ് ഗംഗയും യമുനയും എന്ന് പറയുന്നത്. 2017 അത്തരത്തിലൊരു പദവി നൽകിയത്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി എന്ന് പറയുന്നത് ദാമോദർ നദിയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികൾ ഏതൊക്കെയാണ്? അപ്പൊ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപിയൻ നദികൾ രണ്ടെണ്ണമാണ്, നർമ്മദയും താപ്തിയും. ഫ്രംഷ താഴ്വരയിലൂടെ ഒഴുകുന്ന ഉപദ്വീപിയൻ നദികൾ ഏതൊക്കെയാണ്? ഈ പറയുന്ന നർമ്മദയും താപ്തിയും തന്നെയാണ് ഫ്രംഷ താഴ്വരയിലൂടെ ഒഴുകുന്ന ഉപദ്വീപിയൻ നദികൾ എന്ന് പറയുന്നത്. ഒഡീഷയിലുള്ള ലോകത്തിലെ ഏറ്റവും നീളമേറിയ അണക്കെട്ട് ഏതാണ്? ഹിരാക്കുട്ട് അണക്കെട്ടാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ അണക്കെട്ടാണ് ഹിരാക്കുട്ട് അണക്കെട്ട് എന്ന് പറയുന്നത്. ഈ ഹിരാക്കുട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. 4.8 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്ന അണക്കെട്ടാണ് ഹിരാക്കുട്ട് അണക്കെട്ട് എന്ന് പറയുന്നത്. അത് മഹാനദിയിലാണ്. നർമ്മദയുടെ തോഴി എന്നറിയപ്പെടുന്ന നദിയാണ് താപ്തി എന്ന് പറയുന്നത്. താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? സൂററ്റ് നഗരമാണ് താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം. സൂറത്ത് എന്ന് പറയുമ്പോൾ തുണി വ്യവസായം, അതുപോലെ വജ്രം, ഇവയ്ക്കൊക്കെ പേര് കേട്ട ഒരു നഗരമാണ് സൂറത്ത് എന്ന് പറയുന്നത്. പ്രസിദ്ധമായ ധൂവാന്തർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? നമ്മൾ പറഞ്ഞതാണ്, നർമ്മദ നദിയിലാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ കാവേരി നദീതീരത്തിലുള്ള ഗ്രാൻഡ് അണക്കെട്ടിന്റെ പഴയ പേര്. അപ്പൊ ഗ്രാൻഡ് അണക്കെട്ടിന്റെ പഴയ പേരെന്ന് പറയുന്നത് കല്ലണ അഥവാ കല്ലണൈ അണക്കെട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ അണക്കെട്ട് എന്ന് പറയുന്നത് കാവേരി നദിയിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ട് എന്ന് പറയുന്നതും ഈ പറയുന്ന കല്ലണ അണക്കെട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ഏത് ഹിമാനിയിൽ നിന്നാണ്? അപ്പൊ ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ചെമയുങ്തുങ് ഹിമാനിയിലാണ്. ചൈനയിലെ ടിബറ്റിലെ മാനസ സരോവറിന് അടുത്തുള്ള ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ഏത് സമുദ്രമാണ് ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനം? ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നതും ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഹിമാലയൻ നദികളിൽ ഗംഗയും ബ്രഹ്മപുത്രയും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. സിന്ധു മാത്രമാണ് അറബിക്കടലിൽ പതിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഗഡ്വാർ കുന്നുകളിൽ ഗർസൈൻ പട്ടണത്തിനടുത്ത് ഉത്ഭവിക്കുന്ന ഒരു ചെറു നദിയുണ്ട്. ആ നദിയാണ് ഈ പറയുന്ന ഗംഗയുടെ ഒരു വലിയ പോഷക നദി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു നദിയുണ്ട്. അതാണ് രാംഗംഗ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത് യമുന നദിയാണ്. അപ്പൊ ഗംഗയിലെ ഏറ്റവും വലിയ പോഷക നദി, ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യയിലെ നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ നദികൾ പറയുമ്പോൾ ഹിമാലയൻ നദികളെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് വെച്ചേക്കാം. അതുപോലെ തന്നെ ഉപദ്വീപിയൻ നദികൾ പറയുമ്പോൾ കിഴക്ക് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളും പടിഞ്ഞാറോട്ടൊഴുകി
അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഓർത്തു വെക്കുക. അപ്പോൾ കിഴക്ക് ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുമ്പോൾ ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി നദികളെയും, അപ്പോൾ പടിഞ്ഞാറ് അറബിക്കടലിൽ പതിക്കുന്നത് നർമ്മദ, താപ്തി നദികളെയും പറ്റി ഓർത്തു വെക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ നദികൾ എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു.